നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ CPIM-നും ഇടതു മുന്നണിക്കും കുരുക്കായി കരുവന്നൂർ വായ്പാ തട്ടിപ്പ് കേസിലെ EDയുടെ അന്തിമ കുറ്റപത്രം. പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കാതെ പോയ ആദ്യ കുറ്റപത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി പാർട്ടിയെ തന്നെ പ്രതി ചേർത്താണ് EDയുടെ പുതിയ നീക്കം. മുതിർന്ന നേതാക്കളായ കെ രാധാകൃഷ്ണൻ, KC മൊയ്തീൻ, MM വർഗീസ് എന്നിവരും പ്രതിപട്ടികയിലുണ്ട്. തട്ടിപ്പ് നടത്താൻ പ്രതികൾക്ക് പാർട്ടിയും നേതാക്കളും സഹായം ചെയ്തു നൽകിയെന്ന് ED ആരോപിക്കുന്നു. സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്ത പോസിറ്റീവ് പ്രതിച്ഛായയിൽ നിലമ്പൂരിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാമെന്ന് CPIM പ്രതീക്ഷിച്ചിരിക്കെയാണ് തിരിച്ചടിയായി ED നീക്കമുണ്ടാകുന്നത്. പാർട്ടി നേതൃത്വം ആരോപിക്കുന്നത് പോലെ EDയുടേത് BJPക്കും കേന്ദ്ര സർക്കാരിനും വേണ്ടിയുള്ള രാഷ്ട്രീയ കളിയാണോ? കരുവന്നൂർ തട്ടിപ്പിലെ CPIM ഇടപെടൽ യാഥാർത്ഥ്യമാണോ? ആദ്യ കുറ്റപത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി തൃശൂരിലെ മുതിർന്ന CPIM നേതാക്കളെയും പാർട്ടിയെ തന്നെയും പ്രതിയാക്കിയാണ് EDയുടെ അന്തിമ കുറ്റപത്രം. കേസിലെ 68ാം പ്രതിയാണ് CPIM. തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറിമാരായ കെ രാധാകൃഷ്ണൻ MP, മുൻ മന്ത്രി AC മൊയ്തീൻ, MM വർഗീസ് എന്നിവരാണ് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന പ്രധാന CPIM നേതാക്കൾ. കരുവന്നൂർ ബാങ്കിന്റെ നടത്തിപ്പിൽ പാർട്ടി ഇടപെട്ടെന്നും പ്രതികൾക്ക് അന്യായമായി ലോൺ നൽകുന്നതിന് സഹായം ചെയ്തെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. തട്ടിപ്പ് നടത്താൻ പ്രതികൾക്ക് സഹായം നൽകിയെന്ന ആരോപണമാണ് മുതിർന്ന നേതാക്കൾക്കെതിരെയുള്ളത്. AC മൊയ്തീൻ കള്ളപ്പണം വെളുപ്പിക്കാനും നിയമവിരുദ്ധ വായ്പ നൽകുന്നതിനും ഒത്താശ ചെയ്തെന്നും അതിലൂടെ ലഭിച്ച പണത്തിന്റെ പങ്ക് പാർട്ടിക്ക് ലഭിച്ചെന്നും ED പറയുന്നു. പ്രതികൾ തട്ടിപ്പിലൂടെ 180 കോടി രൂപ സമ്പാദിച്ചെന്നാണ് ആരോപണം. ഇതോടെ ആകെ പ്രതികൾ 83ആയി. ED നടപടിയിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിച്ച് CPIM സംസ്ഥാന സെക്രട്ടറിയും ആരോപണ വിധേയരായ നേതാക്കളും രംഗത്തെത്തി. RDX റാപ്പ് ന്യൂസ് മലയാളം. EDയുടെ രാഷ്ട്രീയ കളി തന്നെയാണോ പിന്നെയും നടക്കുന്നത് എന്ന ചോദ്യം. അതല്ല, പാർട്ടിയെ നേരിട്ട് കുരുക്കാൻ തക്കവണ്ണമുള്ള ഒരു പ്രശ്നം അതിലുണ്ടോ എന്നുള്ളതും. പാർട്ടിയെ കുരുക്കിയുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചിരിക്കുന്നത്. കരുവന്നൂർ ED അന്തിമ കുറ്റപത്രത്തിൽ CPIM-ഉം നേതാക്കളുമാണ് പ്രതികൾ. തട്ടിപ്പിലൂടെ പ്രതികൾ സമ്പാദിച്ചത് 180 കോടി രൂപ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. പ്രതികളുടെ 128 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു. പാർട്ടി നേതാവായ 68ാം പ്രതി കെ രാധാകൃഷ്ണൻ MP ആണ്. 70ാം പ്രതി AC മൊയ്തീനാണ്. 67ാം പ്രതി MM വർഗീസാണ്. 69ാം പ്രതി ഇങ്ങനെയാണ് പോകുന്നത്. മധു അമ്പലപുരം, AR പീതാംബരൻ, AB രാജു, KC പ്രേമജൻ എന്നിവരും പ്രതികളാണ്. മുൻപ് ചോദ്യം ചെയ്ത PK ബിജുവും MK കണ്ണനും പ്രതിപട്ടികയിലില്ല. അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ്. 90 കോടിയുടെ കള്ളപ്പണ ഇടപാട് ചൂണ്ടിക്കാട്ടി ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചത് 2023 നവംബർ 1-നാണ്. കുറ്റപത്രത്തിലെ ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. CPIM കരുവന്നൂർ ബാങ്കിന്റെ നടത്തിപ്പിൽ തന്നെ ഇടപെട്ടു. നേരിട്ട് പ്രതികൾക്ക് അന്യായമായി ലോൺ നൽകാൻ സഹായം ചെയ്ത് ബാങ്കിനോട് ചതി ചെയ്തു. പ്രതികൾ തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം അറിവോടെ പങ്കുപറ്റി. തട്ടിപ്പ് പണം കറപുരളാത്തതാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൈവശം വെച്ചു. ഈ പണം ഉപയോഗിച്ച് വസ്തു വാങ്ങുന്നതടക്കമുള്ള നടപടികൾ ചെയ്തു. മുൻ ജില്ലാ സെക്രട്ടറിമാരായ നേതാക്കൾ തട്ടിപ്പിന് പ്രതികൾക്ക് സഹായം ചെയ്തു നൽകി എന്നൊക്കെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. കരുവന്നൂരിൽ സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. 40 വർഷം CPIM ഭരിച്ച തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് കോടികളുടെ തട്ടിപ്പാണ്. 2011 മുതൽ 2018 വരെ കരുവന്നൂർ ബാങ്കിൽ നടന്നത് 300 കോടി രൂപയുടെ ക്രമക്കേടാണ്. വായ്പ എടുക്കാത്തവർക്ക് ജപ്തി നോട്ടീസ് ലഭിച്ചതോടെ തട്ടിപ്പ് പുറത്തറിയുന്നു. ആദ്യ പരാതി 2019 ജനുവരി 16-നാണ്. ജീവനക്കാരൻ MV സുരേഷ് തൃശൂർ ജോയിന്റ് രജിസ്ട്രാർക്ക് ആണ് നൽകിയത്. വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തിക്കാട്ടിയും ക്രമരഹിതമായി വായ്പകൾ അനുവദിച്ചു എന്നാണ് കണ്ടെത്തിയത്. 90% വായ്പകളിലും വസ്തു പരിശോധന നടത്തിയത് മാനേജർ ബിജു കരീം മാത്രമാണ്. 80% വായ്പാ അപേക്ഷകളിലും അപേക്ഷകരുടെ യഥാർത്ഥ പേരോ വിവരങ്ങളോ പ്രസിഡന്റിന്റെ ഒപ്പോ ഇല്ല. 70% അപേക്ഷകളിലും ഭൂമിയുടെ യഥാർത്ഥ ഉടമയുടെ സമ്മതപത്രവും ഒപ്പുമില്ലാതെയാണ് വായ്പ നൽകിയത്. വായ്പയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്ത 5 പേർക്ക് 50 ലക്ഷം രൂപ വീതം വായ്പ അനുവദിച്ചു. ആധാരമില്ലാതെയും ജപ്തി ചെയ്യപ്പെട്ട ഭൂമി ഈടായി പരിഗണിച്ചും കോടികൾ വായ്പ അനുവദിച്ചു. ED നടപടിക്കെതിരെ CPIM രംഗത്തെത്തിയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് സമയത്തെ EDയുടെ നീക്കം ഗൂഢാലോചനയാണ് എന്ന് MV ഗോവിന്ദൻ പറയുന്നു. CPIM-നെ പോറലേൽപ്പിക്കാമെന്ന ധാരണ വേണ്ടെന്ന് ആണ് സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ. പ്രതി ചേർത്തത് രാഷ്ട്രീയ നീക്കമാണ്, പാർട്ടിയെ തകർക്കാനുള്ള ശ്രമമാണിത് എന്ന് കെ രാധാകൃഷ്ണൻ MP പറയുന്നു. പാർട്ടിക്ക് പങ്കില്ല, പ്രധാന പ്രതികളെ ED മാപ്പുസാക്ഷിയാക്കി എന്നുമാണ് AC മൊയ്തീൻ പറയുന്നത്. സരീഷ്, ഇക്കാര്യത്തിൽ ഇതിനു മുമ്പ് ചരിത്രത്തിൽ
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതി ചേർത്തിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയെയാണ്, അത് ഡൽഹി മദ്യനയ കേസിൽ. പക്ഷേ അതിൽ വലിയ വിമർശനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരിട്ടിട്ടുണ്ട്. അതിൽ കോടതിയുടെ വിമർശനവും ഇതേ വിഷയത്തിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരിട്ട സാഹചര്യമുണ്ട്. എന്നാൽ കേസ് തുടരുക തന്നെയാണ് കേട്ടോ, അതിനകത്ത് സംശയമൊന്നുമില്ല. ഇവിടെ കേരളത്തിലാവട്ടെ CPIM-നെ നേരിട്ട് പ്രതി ചേർത്തിരിക്കുന്നു. CPIM-നെ നേരിട്ട് പ്രതി ചേർക്കുമ്പോൾ അതിലെ ഇവിടുത്തെ അന്വേഷണത്തിൽ കണ്ടെത്തിയ പ്രധാന പ്രതി ഇതിൽ മാപ്പുസാക്ഷിയായിട്ടുണ്ട് എന്നുള്ള കൗതുകകരമായ യാഥാർത്ഥ്യമുണ്ട്. ഇതിൽ ബാക്കി എല്ലാ വശങ്ങളും മാറി ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടിയെ പ്രതി ചേർക്കുന്നതും അതോടൊപ്പം തന്നെ കെ രാധാകൃഷ്ണനെ പോലെയുള്ളവരെയൊക്കെ നേരിട്ട് പ്രതി ചേർക്കുന്നതും ഏത് തരത്തിലാണ് വിലയിരുത്താനാവുക? തീർച്ചയായും ഹർഷൻ, അത്തരം ചില കാര്യങ്ങൾ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ സമീപകാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്നിട്ട് ED എടുത്ത കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തല്ലോ, കൊടകര കുഴൽപ്പണ കേസ്. BJP നേതാക്കൾ ഒക്കെ ചേർന്നുള്ളൊരു കേസ് നമ്മൾ പരിഗണിച്ചപ്പോൾ, നമ്മൾ RDX ചർച്ച ചെയ്തപ്പോൾ നമ്മൾ രണ്ടുപേരും നഖശിഖാന്തം EDയെ എതിർക്കുകയായിരുന്നു. കാരണം ED ആ കൊടകര കുഴൽപ്പണ കേസിൽ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് BJP അങ്ങ് വിശുദ്ധരാക്കിയിട്ട് വിടുകയാണ് ചെയ്തത്. അതുപോലെ നമുക്ക് EDയെ ഇവിടെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം CPM-നുണ്ടെന്ന് പറയുന്ന കാര്യങ്ങളെ വളരെ വ്യക്തമായി തന്നെയും സുവ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കുറ്റപത്രത്തിൽ. അതിൽ എത്രത്തോളം കടന്നെഴുതിയിട്ടുണ്ട് എന്ന കാര്യമാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൂടെയൊക്കെ മറ്റും വരേണ്ടത്. പക്ഷേ ഒരു കാര്യമുള്ളത്, BJPയോട് നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ED BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലൊരു കളിപ്പാവിയാണ് എന്നുകൂടെ രാഷ്ട്രീയ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന കൊടകര കുഴൽപ്പണ കേസ്. അതുകൊണ്ടാണ് അവരങ്ങ് വിട്ടുകളഞ്ഞത്. BJP ആണല്ലോ, BJPയുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും അവരങ്ങ് വിട്ടുകളയാറാണ് പതിവ് രാജ്യവ്യാപകമായിട്ട് തന്നെ. പക്ഷേ രാഷ്ട്രീയ എതിരാളികളോട്, പ്രത്യേകിച്ചും കേരളം ഭരിക്കുന്ന CPM-നെതിരോട് അങ്ങനെയല്ല അവർ സ്വീകരിക്കുക എന്നത് നമ്മൾ സുവ്യക്തമായിട്ട് ഇവിടെ കാണുന്നു. 3 മുൻ ജില്ലാ സെക്രട്ടറിമാരാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ പ്രതികളായിട്ടുള്ളത്. CPM എന്ന രാഷ്ട്രീയ പാർട്ടിയെ തന്നെയും പ്രതിയാക്കിയിരിക്കുകയാണ്. ഞാൻ പക്ഷേ രാഷ്ട്രീയമായി ധാർമ്മികമായിട്ട് ഹർഷൻ CPM ഈ നിലക്ക് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഈ പറയുന്ന 3 ജില്ലാ സെക്രട്ടറിമാർക്ക് ഈ കരുവന്നൂർ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ ജില്ലയുടെ അധികാരികളായിരുന്നു, പാർട്ടി ചുമതലയുള്ള ആളുകളായിരുന്നു അവർ. അതുകൊണ്ട് ഈ തരത്തിൽ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഇങ്ങനെ പരിശോധിക്കപ്പെടാൻ, സ്ക്രൂട്ടിനി ചെയ്യാൻ അവർക്ക് അർഹതയുണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഒരു തത്വദീക്ഷയും പാലിക്കാതെയാണ് എത്രയെത്രയോ ലക്ഷക്കണക്കിന് രൂപ വായ്പ സാധാരണക്കാരായ മനുഷ്യരുടെ മേൽ വെച്ചിട്ടും മറ്റുമൊക്കെ ഇവർ തട്ടിപ്പ് നടത്തിയത്. ആര്? ഈ ബാങ്ക്, പ്രാദേശിക ബാങ്ക്. ഞാൻ പറയുന്നത് AC മൊയ്തീൻ അടക്കമുള്ള 3 ജില്ലാ സെക്രട്ടറിമാർ നടത്തിയെന്നല്ല. ഞാൻ അവരോട് പറയുന്നത് എൻ്റെ അഭിപ്രായം അവർക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ടെന്ന് മാത്രമാണ്. പക്ഷേ ഈ ബാങ്ക്, പ്രാദേശിക ബാങ്ക് ഭരണകൂടം, സാധാരണക്കാരായ മനുഷ്യർ, അവരിൽ CPM അനുഭാവികളായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് മേൽ ക്രൂരമായിട്ടുള്ള ഈ തട്ടിപ്പാണ് അവർ നടത്തിയത്. എങ്ങനെയാണത്? ഈ വായ്പകൾ ഭൂരിപക്ഷം അവിടുത്തെ നിയന്ത്രണാധികാരികളുള്ള പാർട്ടിക്കാർക്ക് തന്നെയാണ് കിട്ടിയത്. സാധാരണക്കാർക്കാണെങ്കിൽ സ്വന്തം പണം പിന്നീട് കിട്ടാതെയുമായി. 2011 തൊട്ടിട്ട് ബാങ്കിൽ ഈ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഈ തട്ടിപ്പ് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് 2011 തൊട്ട് ബാങ്കിൽ തട്ടിപ്പ് നടക്കുന്ന, അപ്പോൾ അവിടെ പരാതിപ്പെട്ട CPM-കാരെ 2 പേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക ചെയ്ത്, അവിടെ പ്രശ്നം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ വിസിൽ ബ്ലോവേഴ്സിനെ പുറത്താക്കുക കൂടെ ചെയ്തു അവിടെ CPM-ൻ്റെ ആ പ്രാദേശിക നേതൃത്വം. എന്നിട്ട് 2019 സീരിയസ് ആയിട്ടൊരു പരാതി പോയി, വലിയ ശ്രദ്ധ ആ ഭാഗത്തേക്ക് വന്നു. അപ്പോഴാണ് അതുവരെയുള്ള കാലത്ത്, ഈ 2011 തൊട്ട് 19 വരെയുള്ള 8 വർഷക്കാലം ഭീമാകാരമായ തട്ടിപ്പാണ് ആ ബാങ്കിൽ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാധാരണക്കാരായ മനുഷ്യർ ഇപ്പോഴും അവർക്ക് കിട്ടാനുള്ള പണം കിട്ടാതെ നടക്കുകയാണ് അവിടെ. 219 കോടി രൂപയുടെ തട്ടിപ്പ് എന്ന് സഹകരണ രജിസ്ട്രാറുടെ റിപ്പോർട്ട് തന്നെ പറയേണ്ട ഹർഷൻ. അതാണ് ഇത്. ഇന്നിപ്പോൾ AC മൊയ്തീൻ വാർത്താ സമ്മേളനം നടത്തിയ ഇന്ന് പോലും അദ്ദേഹം അവിടെ സാങ്കേതികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് എന്ന് അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ പോലും അദ്ദേഹം സമ്മതിക്കട്ടെ. എന്ന് വെച്ചാൽ ആ പ്രാദേശികമായ ബാങ്ക്, CPM പോലൊരു പാർട്ടി നയിക്കുന്ന ബാങ്ക് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് വെളുത്ത ചോറിനിടയിൽ ഒരു കറുത്ത വറ്റ് എന്ന് കണ്ടാൽ മതി എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. പക്ഷേ നാട്ടുകാർക്ക് അതങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. കാരണം കറുത്ത വറ്റ് തന്നെയാണ്, അത് ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കരുവന്നൂർ തട്ടിപ്പ് എന്ന് വെച്ചാൽ കോംപ്രമൈസ് ഇല്ലാതെ എതിർക്കേണ്ടുന്ന ഒരു പരിപാടി, തട്ടിപ്പ് അവിടെ CPM പ്രാദേശിക നേതൃത്വം നടത്തിയിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ആ നിലക്ക് കാണേണ്ടതാണ്. പക്ഷേ നമ്മൾ എന്ന് വെച്ചിട്ട് ED പരിശുദ്ധരാണോ? അല്ലല്ലോ. ED പരിശുദ്ധത്തിലാന്ന് ഇപ്പം തന്നെ അവർ തെളിയിച്ചിട്ടുണ്ട്. ED ഈ കേസിൽ ഇപ്പോൾ 3 മുൻ ജില്ലാ സെക്രട്ടറിമാരെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് CPM എന്ന പാർട്ടിയെ തന്നെയും പ്രതിയാക്കിയിട്ട് വെച്ചിരിക്കുന്നത് ധാർമ്മികമായിട്ട് CPM-നും ഈ 3 ജില്ലാ സെക്രട്ടറിമാർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെയും അവർ ED ചെയ്തിരിക്കുന്നത് നല്ല നിലക്കാണ്, നല്ല കാര്യങ്ങൾ കൊണ്ടാണ്, നല്ല ഉദ്ദേശം വെച്ചാണ് എന്ന് കാണാൻ ഇപ്പോൾ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആർക്കും പറ്റാത്ത പോലെ എനിക്കും പറ്റായികയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ആ നിലക്കുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശം തെരഞ്ഞെടുപ്പ് വരുന്നതുമായി ബന്ധപ്പെട്ട് നിശ്ചയമായിട്ടും അവിടെയുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ PK ബിജുവിനെയും കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണനെയും 2 പേരെയും ചോദ്യം ചെയ്യുന്നു, പക്ഷേ പ്രതി ചേർത്തിട്ടില്ല. അത് ഒരു വിധത്തിലും പ്രതികരിക്കാൻ പറ്റാത്ത വിധം ആയതുകൊണ്ടായിരിക്കണം
അല്ലെങ്കിൽ അവരെ കൂടെ, പ്രത്യേകിച്ചും പി കെ ബിജുവൊക്കെ മുൻ MP ആണല്ലോ, അപ്പോൾ അവരെ കൂടി ഒന്ന് പിടിച്ച് പാർലമെൻറ്റ് അംഗം എന്നൊക്കെ പറഞ്ഞൊരു ബഹളം ഉണ്ടാക്കാൻ ED ശ്രമിച്ചതിനെ. പക്ഷേ ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ സാധ്യതയില്ലാത്തതുകൊണ്ടാണ് അത് ഒരു തരത്തിലും അവർ തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്ന് ഉറപ്പായതുകൊണ്ടാണ് അവരെ അതിനകത്ത് ഉൾപ്പെടുത്താത്തത്, പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനകത്ത് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ഈ വാർത്ത വന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇപ്പോഴും ആദ്യവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, ഇത് CPM പോലൊരു പാർട്ടി പ്രാദേശികമായ ഒരു പഞ്ചായത്ത് വെച്ചിട്ട് 100-300 കോടിയുടെ തട്ടിപ്പ് ആ പ്രദേശത്തെ പാർട്ടി ആണെങ്കിൽ തന്നെയും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം CPM-ൻ്റെ ആ പ്രദേശത്തെ നേതാക്കൾക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു ബാങ്ക് അവിടെ നടക്കുമ്പോൾ CPM പോലൊരു പാർട്ടി നിശ്ചയമായിട്ടും ഓരോ മാസവും അതിൻ്റെ കണക്ക് അവരുടെ കൈവശത്തേക്ക് വരേണ്ടതാണ്, അവരുടെ കണ്ണുകൾ അവിടേക്ക് എത്തേണ്ടതാണ്. സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരുടെ പണം വാങ്ങിയിട്ടും അവർക്ക് വായ്പ കൊടുത്തിട്ടും അവരുടെ പേരിൽ വായ്പകൾ ലക്ഷങ്ങൾ എടുത്തിട്ട് മൂന്നാറിലും മറ്റും റിസോർട്ട് എടുക്കാനും മറ്റുമൊക്കെ ആളുകൾ പോകുമ്പോൾ ഈ കാര്യം കണ്ടില്ല CPM-കാർ എന്ന് വെച്ചാൽ ആ നേതാക്കൾ ED കേസെടുക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കട്ടെ കുറച്ചു കാലം എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. റൈറ്റ്. എന്തായാലും ഈ പറയുന്നത് പോലെ CPM-ന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം നിറവേറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രിയാത്മകമായ ഇടപെടൽ ED നടത്തിയതല്ല, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ CPIM-ന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഉള്ള കേസ് തന്നെയാണ്. അതിങ്ങനെ ആവർത്തിച്ച് പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്തു പോകേണ്ടതാണ്. ഇത്തരം ചർച്ചയൊക്കെ തന്നെയായിരിക്കും അതിന് ഈ നിരുത്തരവാദപരമായ ജാഗ്രതയില്ലായ്മയ്ക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്ന് തന്നെയാണ് കരുതേണ്ടത്. അതിനപ്പുറത്ത് ഇത് രാഷ്ട്രീയ പദ്ധതി തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെതാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിലായാലും ഇടപെട്ടത് ആ മട്ടിൽ തന്നെയാണ് എന്ന് നമ്മൾ വ്യക്തമായി കണ്ടതാണല്ലോ. കാരണം തെളിവുകൾ ഹാജരാക്കാൻ ഇല്ലാതെയാണ് ആളുകൾ ഈ പറഞ്ഞ PMLA ആക്ട് പ്രകാരം പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ കുറേ കാലം അകത്തിടാം എന്നുള്ള ചില സാധ്യതയൊക്കെയാണ് അവിടെ പരീക്ഷിച്ചത്. അതിലൊരൊറ്റ കാര്യമുണ്ട് സരീഷേ, ഇവരെ ഇപ്പോൾ പ്രതി ചേർത്തു. ആം ആദ്മി പാർട്ടിക്കെതിരെ ഡൽഹിയിൽ സ്വീകരിച്ചതിന് സമാനമായി അല്ലെങ്കിൽ അത്രയെങ്കിലും തെളിവിൻ്റെ സാധ്യത ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ AC മൊയ്തീനോ ഈ K രാധാകൃഷ്ണനോ ഒക്കെ ഇപ്പോൾ ഈ എന്താണ് സ്വതന്ത്രരായി നിൽക്കുമ്പോൾ അവർ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ഒരു സംശയമുണ്ട്, ഇവരെല്ലാം അറസ്റ്റിലാവും. അപ്പോൾ ആ നിലയ്ക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന കാര്യത്തിൽ ED-ക്കും സംശയം ഉണ്ടാവാം. അല്ലെങ്കിൽ അത് നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ വിഷയത്തിലൊക്കെ കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതുകൊണ്ട് ആ മട്ടിലുള്ള വിമർശനങ്ങളിലേക്കോ കാര്യങ്ങളിലേക്കോ കടക്കുമോ എന്നുള്ള ആശങ്കയും സംശയവുമൊക്കെ ഉണ്ടാവാം. പിന്നെ ഇത് എത്രത്തോളം ഇതിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ തട്ടിപ്പ് നടന്നിട്ടുള്ളതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള പണം പ്രാദേശികമായി ആ ബാങ്കിനെ കൈകാളിയിരുന്ന ആളുകൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. സാധാരണക്കാരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ ഉത്തരവാദിത്തമില്ലായ്മ അവിടുത്തെ പ്രാദേശിക CPIM നേതൃത്വം കാണിച്ചിട്ടുമുണ്ട്. ഇതെല്ലാം വാസ്തവമാണ് എന്നിരിക്കെ തന്നെ ഇതിൽ എന്താണ് ഇതിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് തട്ടിപ്പ് എന്ന മട്ടിലാണ്. ഇപ്പം നിങ്ങൾ എവിടെ ഇതിനെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക ഈ കരുവന്നൂരുമായി ബന്ധമില്ലാത്ത വലിയൊരു തുക ആണ് ഏത് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് കിട്ടുന്നത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത വലുപ്പത്തിലുള്ള അവതരണങ്ങളാണ്. ഇപ്പോൾ ആദർശ് ഫ്ലാറ്റ് കുംഭകോണം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ സൊസൈറ്റികളുടെ അതൊക്കെ പിന്നെ മറ്റൊരു തരത്തിലുള്ളതാണ്, ബാങ്കുകളല്ലാന്ന് വിചാരിക്കാം. പക്ഷേ ബാങ്ക് തട്ടിപ്പുകളടക്കം ഇതിനേക്കാൾ വലിയ തട്ടിപ്പുകളുണ്ട്. പക്ഷേ ഇതിനെ ഒരു വലിയ വിഷയമായി അവതരിപ്പിക്കാൻ ഉള്ള ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമത്തിൻ്റെ ഒരു തുടർച്ച കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നിശ്ചയമായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി പറയണല്ലോ. അതായത് ഇതിൻ്റെ രണ്ട് ആംഗിൾ നമ്മൾ പരിശോധിക്കണം. ഒന്ന്, ഈ കരുവന്നൂരിൽ പ്രാദേശിക CPM നേതൃത്വത്തിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ആ തട്ടിപ്പ് അവിടെ ഉണ്ട്. രണ്ട്, പക്ഷേ ED-യുടെ കാര്യം, അത് ഞാൻ ആദ്യം കൊടകരയുടെ കാര്യം പറഞ്ഞു. അതായത് BJP നേതൃത്വത്തിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിട്ട് അത് അങ്ങ് തട്ടിക്കളയാണ് ഇവർ ചെയ്തത്. അപ്പോൾ രാഷ്ട്രീയം ED കൊണ്ടുവന്നുള്ള കാര്യത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ വൻ തട്ടിപ്പ് നടന്നു എന്നതിൽ നേരിയ സംശയത്തിന് പോലും ഇടമില്ല. എന്നാൽ ED ഇപ്പോൾ പ്രതി ചേർത്ത CPIM-നും പാർട്ടിയുടെ 3 മുൻ ജില്ലാ സെക്രട്ടറിമാരായ മുതിർന്ന നേതാക്കൾക്കും തട്ടിപ്പിൽ നേരിട്ട് പങ്കുണ്ടെന്ന ആരോപണത്തിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന ചോദ്യം ബാക്കിയാകും എന്ന കാര്യത്തിലും സംശയമില്ല. RDX-ന് ആ സംശയം തോന്നുന്നത് ED-ആണ് അപ്പുറത്ത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന അന്വേഷണ ഏജൻസിയെ എടുക്കുന്ന കേസുകളുടെ സ്വഭാവം ഏറെ ചർച്ചയായതാണ്. ED കേസുകളിലെ കൺവിക്ഷൻ റേറ്റും അതുപോലെ തന്നെ നമ്മൾ പലവട്ടം ഇവിടെ ചർച്ച ചെയ്തതാണ്. അതിനാലാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തന്നെ ഈ സംഭവ വികാസം ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാകുന്നത്.